ഹലോ ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ ഇതെവിടെയാണ്. ഇതൊരു ഹാർബർ, കൊല്ലം ജില്ലയിലെ നീണ്ടകര ഫിഷിംഗ് ഹാർബറിലാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല ശുദ്ധമായ മീൻ കിട്ടുന്ന സ്ഥലമാണ് ഈ നീണ്ടകര. ഇവിടെ 2 ഹാർബറുണ്ട് കേട്ടോ. ഒന്ന് തൊട്ടപ്പുറത്ത് വേറൊരു ഹാർബറുണ്ട്. അവിടെ വെളുപ്പിന് 3 മണി മുതൽ തുടങ്ങും. തൊട്ടിപ്പുറത്ത് കാണുന്നതാണ് ഈ ഹാർബർ. ഇവിടെ രാവിലെ 8 മണി കഴിയുമ്പോഴൊക്കെയാണ് ബോട്ടുകൾ വന്നു തുടങ്ങുന്നത്. അങ്ങനെ ഒരുപാട് ബോട്ടുകൾ ഇങ്ങനെ വരുന്നത് കൊണ്ടും ഒരുപാട് തിരക്കുള്ള സ്ഥലമാണ്. ഏറ്റവും നല്ല മത്സ്യം നമുക്ക് നോക്കി വാങ്ങാനും പറ്റുന്ന സ്ഥലമാണ്. പിന്നെ ഇവിടുത്തെ കണ്ടോ, ഇപ്പോൾ വന്ന ബോട്ടാട്ടോ, ഇപ്പോൾ നമ്മുടെ മുന്നിലൂടെ വന്ന ബോട്ടാണ്. ആ ബോട്ടിൽ നിന്ന് കണ്ട എടുക്കാൻ വയ്യാത്ത തിരണ്ടിയാണ് ചേട്ടന്മാർ ഇങ്ങനെ പിടിച്ചിറക്കുന്നത്. അതൊക്കെ നോക്കി നിൽക്കാൻ തന്നെ എന്താ നല്ല രസമാട്ടോ. അതിനകത്ത് എന്ത് ബുദ്ധിമുട്ടിയാണെന്നറിയാവോ, 2 പേർ ചേർന്ന് ഈ തിരണ്ടിയെ പുറത്തെടുക്കുന്നത്. നമുക്ക് നോക്കാം ഈ തിരണ്ടി എത്ര ഉണ്ട് എന്ന് നമുക്ക് നോക്കാം കേട്ടോ. അത് അത്ര മോശമൊന്നുമില്ല, വലിയ തിരണ്ടിയാട്ടോ. ഇതുപോലത്തെ 3 തിരണ്ടികളുണ്ടായിരുന്നു കേട്ടോ. നമ്മളവിടെ നിന്നപ്പോൾ തന്നെ ഇതുപോലത്തെ 3 തിരണ്ടികളെയാണ് കൊണ്ടുവന്നത്. എന്നിട്ട് വലിച്ചുകൊണ്ട് പോവുക കേട്ടോ. അവർ ലേലം വിളിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോവാം. ഇനിയിപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ ലേലം വിളി തുടങ്ങും കേട്ടോ. അതൊക്കെ തന്നെ കേട്ട് നിൽക്കാൻ നല്ല രസമാണ്. പിന്നെ വിഷമടിക്കാത്ത മത്സ്യമായതുകൊണ്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് വാങ്ങാനായിട്ട്. പല സ്ഥലങ്ങളിൽ നിന്നും മത്സ്യ വിൽപ്പനക്കാർ ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പോൾ ഇവർ ലേലം വിളിക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് തോന്നുന്നു. അങ്ങനെ എല്ലാവരെയും കൂടെയൊക്കെ വന്ന് നിൽക്കുക കേട്ടോ. അപ്പോൾ നമ്മളും കുറച്ച് സമയം അവിടെ ചെന്ന് നിന്നു എന്തെങ്കിലും ലേലം വിളിക്കുന്നത് കേൾക്കാനായിട്ട്. അങ്ങനെ നമ്മളും മീൻ വാങ്ങി. പക്ഷേ ഇതേ അടുത്ത ബോട്ട് വന്നിട്ടുണ്ട്. ആ ബോട്ടിൻ്റെ അടുത്തേക്ക് നമ്മളങ്ങനെ ചെന്നു. അവിടെ എന്താണ് ആ ബോട്ടിലുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ചേട്ടന്മാർ പറഞ്ഞത് നെത്തോലി ചാകരയാണ്. നെത്തോലി കൊഴുവ എന്നൊക്കെ പറയുന്ന കുഞ്ഞു മീനുണ്ടല്ലോ, അതിൻ്റെ ചാകരയാണ്. അപ്പോൾ വന്ന ബോട്ടുകളെല്ലാം അതായത് ചറപറാന്ന് പറഞ്ഞ് ചേട്ടന്മാർ നെത്തോലി ഇങ്ങനെ കോരിയിടുക. നെത്തോലി എന്ന് നമ്മൾ പറയുക. പിന്നെ ഇപ്പോൾ എല്ലാ സ്ഥലത്തും നെത്തോലി അല്ല കേട്ടോ, കൊഴുവേന്നോ വേറെ എന്തുകൊണ്ടൊക്കെ പേരുകളുണ്ട്. ഇത് ഇങ്ങനെ കോരിയിടും കേട്ടോ. ഫ്രഷായിട്ട് കിട്ടുന്നതാണ് കേട്ടോ. എന്തായാലും ഇതൊക്കെ കണ്ടു നിൽക്കാൻ തന്നെ ഭയങ്കര സന്തോഷം, മനസ്സിനും സന്തോഷം, കണ്ണിനെയും കുളിർമ. എന്തായാലും കൊള്ളാം. അങ്ങനെ ചേട്ടന്മാർ ഇതേ ഇങ്ങനെ കോരിയിട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതിനെ അടുത്ത പിടിച്ചോണ്ട് പോവുക കേട്ടോ. നെത്തോലി ഇങ്ങനെ കൊണ്ടുപോവുക, അവർ കൊട്ടകളിലാക്കി കൊണ്ടുപോവുക. അടുത്ത ലേലം വിളിക്ക് ഇനി നെത്തോലിയുടെ ലേലം വിളിയായിരിക്കും കേട്ടോ. നിറച്ച് കിടക്കുക, അതിനകത്ത് എല്ലായിടത്തും നിറച്ച് കിടക്കുക. ഇതെല്ലാം കോരിയെടുക്കുക അവർ കേട്ടോ. അപ്പോൾ അടുത്ത ബോട്ടുകൾ പോകുന്നു വരുന്നു. കണ്ടോ, ഒരുപാട് ബോട്ടുകൾ ഇങ്ങനെ നിരന്ന് കിടക്കുക. പോകുന്നതങ്ങനെ വരുന്നതങ്ങനെ, പല പല മീനുകളായിട്ട് തിരിച്ചു വരുന്നതങ്ങനെ. കണ്ടു നിൽക്കാനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ ഇവർക്കുള്ള സംസാരവും എല്ലാം കൊണ്ട് നല്ല രസമുണ്ട്. ഇവരൊക്കെ വെള്ളം ഒഴിച്ചിട്ടാ മീനെ കോരി എടുക്കുന്നതെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെയാ സംഭവം. നമുക്കും അവസാനം അത് മനസ്സിലായത് കേട്ടോ. വെള്ളം ഒഴിച്ചിട്ട് അതിനകത്തുനിന്ന്, അല്ലെങ്കിൽ എങ്ങനെ ചെറിയ മീനിനെ കോരി എടുക്കാൻ പറ്റുന്ന അതായിരിക്കാം. അങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് കോരി എടുക്കുക. ഇപ്പം 2 ബോട്ടാണ്ട് വന്നു കേട്ടോ. ആ 2 ബോട്ട് നിറച്ച് ഇത് തന്നെയായിരുന്നു നെത്തോലി. എല്ലാം ഇപ്പം ഇന്ന് നെത്തോലി ചാകരയാന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ടായിരിക്കാം. ആ ബോട്ടിലും നെത്തോലി. രണ്ടാമത് വീണ്ടും വന്നു, അതിലും നെത്തോലി. അടുത്ത വീണ്ടും ബോട്ട് വന്നു, അതിലെല്ലാം നെത്തോലി. എന്ത് ഭംഗിയാട്ടോ. തൊട്ട് ദൂരം നിന്ന് കൊണ്ട് അടുത്ത ബോട്ട് വരുക കേട്ടോ. ഇനി അതിനകത്ത് എന്താണോ എന്തോ നോക്കാം. നമ്മളും അങ്ങനെ ജിജ്ഞാസയോട് നോക്കി നിൽക്കും. അടുത്ത ബോട്ട് വരുന്നു, ഇനി അതിനകത്ത് എന്തോന്നറിയാൻ വേണ്ടി. അങ്ങനെ നെത്തോലി കൊണ്ടുതായി വെച്ചിരിക്കുമോ. അടുത്ത ലേലം വിളി തുടങ്ങാൻ പോകാമെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ നെത്തോലിയുടെ ലേലം വിളിയാണ് ഇനി നടക്കാൻ പോകുന്നത്. അങ്ങനെ എല്ലാവരും നെത്തോലി കൊട്ടയുടെ അവിടുത്തെ ഇങ്ങനെ കൂടി നിൽക്കുക കേട്ടോ. ഇവിടെ നിന്ന് ഇനി അടുത്ത മത്സ്യവില്പനക്കാരൊക്കെ ഇങ്ങനെ ലേലം വിളിച്ച് വാങ്ങിക്കൊണ്ട് പോകും.
അടുത്ത ബോട്ട് വന്നു കേട്ടോ. അടുത്ത ബോട്ടിൽ വേറെ എന്തോ ആണ് കേട്ടോ. നമുക്ക് നോക്കാം അതിനകത്ത് എന്തോ വന്നിരിക്കുന്നതെന്ന്. അതിനകത്തെ നമ്മളെ തിരുവനന്തപുരം കൊല്ലം ഭാഗത്തേക്കാണ് വാളയെന്ന് പറയുന്നത്. ഇപ്പോൾ വടക്കോട്ടൊക്കെ വേറെ എന്തുകൊണ്ടൊക്കെ പേരാ, പാമ്പാട എന്നൊക്കെ പറയുന്ന സാധനമാണെന്ന് തോന്നുന്നു. അപ്പോൾ അതാ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വേറെ മീനുകളും ഉണ്ട്. ഇങ്ങനെ വരുക, അവരിങ്ങനെ കൊട്ടയിലാക്കി കൊണ്ടുപോവുക. അടുത്ത നേരം വിളി ഇനി അതിനായിരിക്കും കേട്ടോ. അതേ ഓടി കൊണ്ടുപോവുക. ഒത്തിരി ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അതേ ഉണ്ട്, ഒരുപാടുണ്ട് ഇന്ന്. അപ്പോൾ ആ ഒരു ബോട്ട് നിറച്ച് വന്നത് ഇതാ. നല്ല രസമുണ്ടല്ലോ കാണാനായിട്ട്. നമ്മളും വാങ്ങി കേട്ടോ ഇതിനകത്തുനിന്ന്. നമ്മളും വാങ്ങിയത് ഇതിനകത്തുനിന്ന്. ഇതും വാങ്ങി, കൊഴുവയും വാങ്ങി. പിന്നെ ഇതേടെ അവിടെ ഐസൊക്കെ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. വലിയതെന്ത് മീനാണെന്നറിയാൻ വയ്യ കേട്ടോ. ഇതെന്ത് മീനാണെന്നറിയാൻ വയ്യ. അവരെന്തൊക്കെയോ പേരുകൾ പറയുന്നുണ്ട്. നമുക്ക് പക്ഷേ അത് വ്യക്തമായിട്ടൊന്നും മനസ്സിലാവുന്നില്ല. അവിടെ തന്നെ എല്ലാത്തിലും ഐസ് കൂടി ഇടുക. എന്നു വെച്ചാൽ വലിയ ഐസ് കട്ടകൾ എടുത്തു വെച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങനെ പൊടിച്ച് എല്ലാത്തിലും ഇടുക കേട്ടോ ചേട്ടന്മാർ. അടുത്ത തിരണ്ടി വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നമ്മൾ കണ്ടതിനേക്കാളും വലിയ തിരണ്ടിയാന്ന് തോന്നുന്നു. അത് തന്നെ വലിയ തിരണ്ടി തന്നെ കേട്ടോ. അതിനെ അടുത്ത ലേലത്തിനായിട്ട് അതിനെ കൊണ്ടുവന്ന് വയ്ക്കുന്നു. കാണാൻ എന്താ ഭംഗി. അടുത്ത ലേലം വിളി തുടങ്ങാൻ പോവുക. ചേട്ടന്മാരെല്ലാം കൂടെ സൈഡിലേക്ക് കൂടി നിൽക്കുക കേട്ടോ. ഇനിയിപ്പോൾ ചെറവറാന്ന് പറഞ്ഞ് വിളി തുടങ്ങുവേ. അതിനെ എടുത്ത് തിരിച്ചൊക്കെ ഇടുക. എന്തൊക്കെയോ അവിടെ നടക്കുന്നതിന് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ടൊക്കെ ലേലം വിളിക്കുന്നത്. എന്തോ ഒരു ചേട്ടൻ എൻ്റെ വയറിലൊക്കെ പ്രസ് ചെയ്യുന്നുണ്ട്. എന്തിനാണെന്നൊന്നും അറിയാൻ വയ്യ. നമ്മളും അതൊക്കെ നോക്കി നിന്നു. നമ്മളും ഇതൊക്കെ ആദ്യമായിട്ട് കാണുമായിരുന്നു. അങ്ങനെ നമ്മൾ ഇതിനെയൊക്കെ നോക്കി നിന്നു. ഇനി അടുത്ത അതിൻ്റെ ലേലം വിളിയായിരിക്കും. എത്ര 200 രൂപ വിളി. 200 രൂപ കിലോ. 200 രൂപ വിളി. 200 മേള് 200 മേള് 200 മേള്. എത്ര ഞങ്ങൾ വില മേള്. കച്ചവടക്കാരെ പറഞ്ഞതിനെക്കാട്ടി 20 രൂപ കൂടുതലല്ലേ? 200 മേള് 200 മേള്. വയലാർ കേന്ദ്ര വിളിക്കുകയാണെങ്കിൽ മാറി കവിത എഴുതിക്കൊണ്ടിരിക്കുക. 200 മേള്. ഏത് പള്ളിയുടെ ഇത് അവിടെ നിന്ന് ലേലത്തിൽ പിടിച്ച മത്സ്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ചെറിയ മത്സ്യം വിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അവരിങ്ങനെ വാങ്ങി അങ്ങോട്ട് സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ട് അവർ പിന്നെ അവിടെ നിന്ന് എല്ലാം കൂടെ സോർട്ട് ചെയ്തിട്ട് അവർ കൊണ്ടുപോയി. പിന്നെ ഇനി റൂട്ടുകളിലൊക്കെ കൊണ്ടുപോയി വിൽക്കാൻ പോകുന്ന ആൾക്കാരുണ്ടല്ലോ. അങ്ങനെ അവരത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എല്ലാം കൂടെ മാറ്റി വയ്ക്കുക കേട്ടോ. അവിടെ നിന്ന് തൂക്കിയെടുത്ത് അവർ കൊണ്ടുപോവുക. എല്ലാ രസമുണ്ട് കേട്ടോ. നല്ല രസം കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് പേരുണ്ട്. ആ കൂട്ടത്തിൽ കണ്ട കാല് വയ്യാത്തൊരു ചേട്ടൻ അവിടെ നിന്ന് മത്സ്യം എടുത്തുകൊണ്ട് പോകുക കേട്ടോ. മീനും എടുത്തുകൊണ്ട് ആ ചേട്ടൻ ഇങ്ങനെ പോയി. ഇനി അടുത്ത റൂട്ടിലാണ് ആ ചേട്ടൻ വിൽക്കുന്നത്. കണ്ടാ അതൊക്കെ നമ്മൾ കണ്ട് നിൽക്കാം. എന്ന് വെച്ചാൽ കഴിയാതെ നിൽക്കുന്ന ഒരു മനുഷ്യന് എന്നാലും ജോലി ചെയ്യുന്നുണ്ടല്ലോ. അതൊക്കെ തന്നെ വലിയ കാര്യം. പിന്നെ കണ്ടു ഐസ് അവിടെ തന്നെ ഐസ് ഉണ്ടാക്കി പൊടിച്ചെടുക്കുക കേട്ടോ. ആ ഐസ് ഇങ്ങനെ ചെറുതായിട്ട് പൊടിച്ചെടുത്ത് ഈ മീനുകളിലേക്ക് മണ്ടയിൽ വിതറി വയ്ക്കുക അവർ. പിന്നെന്ന് വെച്ചാൽ നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റും കേട്ടോ. നീണ്ടകര മീനെന്ന് പറഞ്ഞാൽ എവിടെ ചെന്നാലും നീണ്ടകര മീനിന് പ്രത്യേകം ഒരു മാർക്കറ്റിങ്ങാണ്. അതുകൊണ്ട് നമുക്കൊക്കെ കിട്ടുന്നത് നീണ്ടകര, കൊല്ലം ഭാഗത്തേക്ക് മൊത്തം കിട്ടുന്ന നീണ്ടകര മീനാണ്. നല്ല രാവിലെ ആയാലും വൈകിട്ടായാലും എപ്പോഴും രാവിലെ എടുക്കുന്ന മീൻ തന്നെയാണ് രാവിലെ കിട്ടുന്നത്. വൈകുന്നേരം പിന്നെ വീണ്ടും തൊഴിലാളികൾ പോയി കൊണ്ടുവരുന്ന മീനാണ് നമ്മൾ വീട്ടിൻ്റെ അവിടെ നിന്ന് വീണ്ടും വാങ്ങുന്നത്. എല്ലാവർക്കും പിന്നെ അവിടെ ഫിഷിംഗ് ഹാർബറിൽ തന്നെ പോയി വാങ്ങണമെന്നില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളെ നാട്ടിൽ അടുത്ത് കിട്ടുക നല്ല ഫ്രഷ് മീൻ. അങ്ങനെ അടുത്ത മീനിങ്ങനെ അവർ സോർട്ട് ചെയ്യുക കേട്ടോ. ഇതൊക്കെ ചെറിയ അവിടെ നിന്ന് തന്നെ വാങ്ങിയ തൊട്ടപ്പുറത്തോട്ടൊക്കെ വെച്ചിട്ടുണ്ടാകും. ഇങ്ങനെയൊക്കെ വെച്ച് കച്ചവടം നടത്താൻ ചെറിയ
അന്നത്തെന്നൊക്കെയുള്ള ജീവിതമാർഗ്ഗം കണ്ടെത്തിയിരിക്കുന്നത്. ഇവരെയൊക്കെ കയ്യിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ വാങ്ങാം. അധികമായിട്ട് വിലയൊന്നും അവർ ഇതാക്കത്തുമില്ല. നമ്മൾ വാങ്ങിയായിരുന്നു ചൂളയും നെത്തോലി ഉണ്ടല്ലോ, നെത്തോലിയും വാളമീനും നമ്മളും അവിടെ നിന്ന് വാങ്ങിയായിരുന്നു കേട്ടോ. ഒരുപാട് പേര് പുറത്തുനിന്ന് കയറി വന്ന് മീൻ വാങ്ങിക്കൊണ്ടിരിക്കും അവിടെ കേട്ടോ. ഇവരൊക്കെ പിന്നീട് അപ്പുറത്തുനിന്ന് മാറി ഇപ്പുറത്തോട്ട് വാങ്ങി വെച്ച് വിൽക്കുന്ന ആൾക്കാർ കേട്ടോ. പക്ഷേ കൊള്ളാം, ഓരോരുത്തർക്ക് ആ ഭാഗത്തേക്കുള്ള എല്ലാവർക്കുള്ളയും ജീവിതമാർഗ്ഗം ഇത് തന്നെയാണ്. പിന്നെ ഇത് കണ്ടോ, ഇതെന്ന് വെച്ചാൽ പെട്ടികൾ തോറും ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുക. ഞങ്ങൾ ചോദിച്ചു എന്തിനാ ഇങ്ങനെ ഈ പെട്ടികളിലേക്ക് ഇങ്ങനെ ഓരോ മീനും സെപ്പറേറ്റ് തിരിച്ച് ഇങ്ങനെ വെക്കുക. എന്തെന്ന് വെച്ചാൽ ഇതെല്ലാം പുറത്തേക്ക് പോകാനായിട്ടോ, മറ്റ് സംസ്ഥാനങ്ങളിലേക്കും നമ്മളെ ജില്ലയിലേക്കും ഒക്കെ വിടാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ സോർട്ട് ചെയ്തെല്ലാം വെച്ചിരിക്കുക കേട്ടോ. എന്ത് ഭംഗിയായിട്ടാ നോക്കിക്കേ. എല്ലാം ഇങ്ങനെ ഐസിട്ട് ഓരോ കണ്ടെയ്നറിലാക്കി ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുക. ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കാൻ തന്നെ നമുക്ക് സമയം പോകുന്ന അറിയത്തില്ല. ഇത് കയറ്റി തുടങ്ങി അവരടുത്ത വണ്ടിയിലേക്ക് കയറ്റി തുടങ്ങി മത്സ്യങ്ങളെല്ലാം. ഇങ്ങനെ കുറേ സമയം നമ്മളങ്ങനെ അവിടെ ചിലവഴിച്ച് ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്നു. അത് തൊട്ടടുത്ത് തന്നെ വീണ്ടും പല മീനുകളൊക്കെ ഇങ്ങനെ ചെറിയ തൊഴിലാളികൾ അവിടെ നിന്ന് വാങ്ങിയിട്ട് വയ്ക്കുന്ന ചെറിയ തൊഴിലാളികൾ അവിടെ നിന്ന് ഇങ്ങനെ വാങ്ങി വയ്ക്കുന്നുണ്ട്. പിന്നെ ഇത് കണ്ടോ, അടുത്ത ബോട്ട് പോകാൻ തയ്യാറായി കഴിഞ്ഞു. ഇപ്പോൾ 8 മണിക്ക് 10 മണിക്ക് വന്നതാണ്. ഇപ്പോൾ ഇന്നലെ വന്നവരായിരിക്കാം. തൊട്ടടുത്ത ബോട്ടുകളിലേക്ക് അവർ പോകാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളുമായിട്ട് അവർ നിൽക്കുന്നു. അങ്ങനെ തൊട്ടടുത്ത് വേറെ കുറച്ച് ബോട്ടുകൾ അവരും ഇങ്ങനെ പോകാനായിട്ട് തയ്യാറെടുക്കുന്നു. നമ്മൾ ദൂരോട്ട് നോക്കിയപ്പോൾ കുറച്ച് ബോട്ടുകൾ വിഞ്ഞ് കരയ്ക്കോട്ട് അടുത്ത് വരുന്നു. എല്ലാം കൂടെ കൊണ്ടൊരു ഓളം തന്നെ. അവിടെ ചെന്ന് നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് സമയം പോണത് അറിയത്തില്ല കേട്ടോ. പാക്കിങ് അടുത്ത സെക്ഷന് നടക്കുന്ന പുഴുവൊക്കെ വാരിയങ്ങ് വിതറുവാങ്ങ് എടുത്തിട്ട് അതെല്ലാം പാക്ക് ചെയ്ത് പുറത്തേക്ക് പോകാനായിട്ട്. ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കാൻ എന്താ ഭംഗി, എന്താ രസം. പിന്നെ വിഷമില്ലാത്ത മത്സ്യമല്ലേ, ആര് വേണോ സന്തോഷത്തോടുകൂടി നമുക്ക് നീണ്ട കരമൊന്ന് മീൻ വാങ്ങിക്കാം. നമ്മളെ ശരീരത്തിന് നല്ലത്, മനസ്സിനും നല്ലത്. എന്താ ഭംഗിയല്ലേ. ബോട്ടുകളെല്ലാം നിരന്ന് കിടക്കുക കേട്ടോ. അടുത്തതിന് പോകാനുള്ളവരും പോയിട്ട് വന്നവരും ഒക്കെ ആയിരിക്കാം.